ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ ഒരുവിധം എല്ലാതും അങ്ങോട്ട് ഒതുങ്ങി കാര്യങ്ങളൊക്കെ സാധാരണ പോലെ ആയി തുടങ്ങി. പക്ഷെ ഇപ്പോഴും ഭക്ഷണം ഞങ്ങൾക്ക് വെക്കേണ്ടി വരുന്നില്ല കേട്ടോ. കാരണം നല്ല അസൽ മാങ്ങാക്കറി, എന്താ പറയുക, ഭയങ്കര ടേസ്റ്റ്. അപ്പം മാങ്ങാക്കറി ഉണ്ട്, പിന്നെ ഇറച്ചി മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പാച്ചുവിനെ പോട്ടി ട്രെയിനിങ് ചെയ്യുകയാണ്. ഡയപ്പർ ഊരി വെച്ച് 10 ദിവസം കൊണ്ട് അവരെ എന്താ പറയുക സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം അവനും എന്താ പറയുക പറഞ്ഞ് നോക്കുന്നുണ്ട്. എന്നാലും കുട്ടികളല്ലേ, 1-2 പ്രാവശ്യമൊക്കെ അറിയാണ്ട് മൂത്രമൊക്കെ ഒഴിച്ച് പോയിട്ടോ. അറിയില്ല, കുറച്ച് പോവും, അത് കഴിഞ്ഞ് അടുത്ത ട്രൗസർ ഇടുമ്പോൾ അടുത്തത് പോവും, അങ്ങനെയായിട്ട്. അങ്ങനെ 10 ദിവസം കൊണ്ട് അവനെ ഓക്കെ ആക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഡിമ്പിൾ കേട്ടോ. തോമൂനും അതെ കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ നമ്മളുടെ രാവിലത്തെ കനി നമ്മുടെ ചാക്കോച്ചൻ ദേ റെഡി ആയിട്ടിരിക്കണോ. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ബിസിനസ്സിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി നിന്ന് കുട്ടികൾ എന്തായാലും അതൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഗസ്റ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾക്ക് വീട്ടിൽ. അപ്പോൾ രാവിലെ ഇന്ന് നല്ല ഗോതമ്പ് ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ. ഞാനതൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരു കട്ടൻ ചായയൊക്കെ വെച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി. ഇവിടെ അതേ കംപ്ലീറ്റ് സാധനങ്ങൾ ഇത് ഒതുക്കി റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറികൾ ഒന്നും വെക്കേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ചോറ് മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ മാങ്ങാക്കറിയിൽ മുട്ട പൊരിച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുമെന്നറിയില്ല, തൃശ്ശൂർക്കാർ ചെയ്യുന്നൊരു സംഭവം കേട്ടോ. മാങ്ങാക്കറിയിൽ മുട്ട വട്ടനെ പൊരിച്ചിട്ട് അത് കഷ്ണങ്ങളാക്കിയിടും. അതാ ഇതിൽ നാളികേരപ്പാലിൽ കിടന്ന് കുതിർന്നിട്ട് ഭയങ്കര ടേസ്റ്റാട്ടോ. അതാണ് തൃശ്ശൂർക്കാരുടെ മുട്ടക്കറി. ഒന്നുകിൽ പുഴുങ്ങിയിടും, പൊരിച്ചിടുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചെന്നായിപ്പാറയ്ക്ക് വേണ്ടിയിട്ട് തുണികൾ കുറേയൊക്കെ ഞാൻ എടുത്ത് വെച്ച് തുടങ്ങി. അപ്പോൾ ഡാഡി യൂസ് ചെയ്യാത്ത കുറേ ഷർട്ടുകളുണ്ട്. അപ്പോൾ മുമ്പ് എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ നിറച്ച് ഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അല്ലെങ്കിലും ഞാൻ വിചാരിക്കും ഇപ്പം തന്നെ പരിപാടി 3 വന്നപ്പോൾ 3 ഷർട്ടായി. അപ്പോൾ അങ്ങനെ ഷർട്ടുകളുടെയും ബനിയനുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ പോയി കണ്ടല്ലോ, ചെന്നായിപ്പാറയിൽ ഞാൻ പോയി കണ്ടു. അപ്പോൾ അവിടെ എന്തൊക്കെ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ, എന്ത് കൊടുത്താലും അവിടേക്ക് മതിയാവില്ല. കാരണം ഇനിയിപ്പോൾ കീറിയ ഒരു സംഭവമായാലും അവർക്കത് എന്തെങ്കിലും തുടയ്ക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അന്ന് നമ്മളുടെ അയേൺ ചെയ്ത് കൊണ്ടുവന്നില്ലേ ടോപ്പുകൾ, അത് ഞാൻ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബോട്ടം ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ അയേൺ ചെയ്യാമെന്ന്, അപ്പോൾ അത് ചെയ്ത് വെച്ച് ഓരോന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ദേ മറ്റേ സാരി ബാഗിലേക്ക് ആക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഓരോന്നും ബോട്ടം എടുക്കുക, അതിൻ്റെ ഉള്ളിൽ ടോപ്പ് വെച്ച് ഇങ്ങനെയാണ് ഞാൻ സ്ഥിരം വെക്കുക. ഓരോ ബോട്ടത്തിൻ്റെ ഉള്ളിൽ ടോപ്പ് റാപ്പ് ചെയ്തിട്ട് അങ്ങനെ അടക്കി വെക്കും. അപ്പോൾ ആദ്യം അവസാനം ഉപയോഗിച്ചതൊക്കെ ഞാൻ ലാസ്റ്റ് അടിയിലേക്ക് വെക്കും. ആദ്യം ഉപയോഗിച്ചതൊക്കെ ഞാൻ അവസാനത്തേക്ക് വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക കേട്ടോ. ഷർട്ടുകളായാലും ഞാൻ പറയും അടിയിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചോളൂ എന്ന് പറയും, ചുരിദാർ മോളിൽ നിന്നും. അപ്പോൾ നമ്മൾ വെക്കണേൻ്റെ ഇത് 2 സെറ്റ് ഇപ്പോൾ പുതിയത് എടുത്തതാട്ടോ. XXL ആണ് ഞാൻ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലും എനിക്ക് വയറുകൊണ്ട് പാകാവുള്ളൂ. അപ്പോൾ XXL എടുത്താൽ ഒരു സംശയമില്ലാണ്ട് നമുക്കത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത് 2 ഷേപ്പ് ചെയ്യുക. അതിൻ്റെ 2 ബോട്ടമാണത്. അപ്പോൾ അങ്ങനെ 2 ബാഗ് നിറച്ച് എൻ്റെ സെറ്റുകൾ കംപ്ലീറ്റ് റെഡിയാക്കി വെച്ചു. പിന്നെ ഷോളുകളിലുള്ള സെറ്റ് നിങ്ങൾക്കറിയാമല്ലോ, ഷോളുകളിലുള്ള സെറ്റ് പള്ളിയിൽ പോണത് വേറൊരു ബാഗിലാണ് ഷോളടക്കമുള്ളത്. അങ്ങനെ 3-4 സെക്ഷനായിട്ടാണ് എൻ്റെ ചുരിദാർ. കുർത്തകൾ ഒറ്റയ്ക്ക് വേറെ വശത്തുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കള്ളികളൊക്കെ ഒന്ന് ഒതുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അന്നത്തെ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു പ്രശ്നമില്ല കേട്ടോ, ഒരു ചെതൽ പോലും വന്നിട്ടില്ല. സംഭവം നമ്മുടെ ചുമരുമ്മ വെള്ള കളറുണ്ടെങ്കിലും അത് നമുക്ക് എന്തെങ്കിലും ചെയ്ത് മറിക്കാം. കാരണം അത്രയും ചെതലിൻ്റെ ശല്യം നിങ്ങൾക്ക് ഞാൻ ഓരോ പ്രാവശ്യവും കാണിച്ചു തന്നിരുന്നില്ലേ. ഇത് നമ്മളുടെ കുർത്തകൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വക സെറ്റുകൾ കഴിഞ്ഞപ്പോൾ അതേ കട്ടുമ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കണം. അങ്ങനെ ഡാഡിയുടെ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ കൊണ്ടുപോകാൻ എനിക്ക് വെച്ചത്. പിന്നെ 2-3 ടോപ്പുകളും മാത്രം. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നീട് ഒതുക്കിയിട്ടാവാന്ന്. ഇതാണ് കേട്ടോ നമ്മളുടെ ഈ ഷർട്ട് വയ്ക്കുന്ന ഓർഗനൈസർ. അപ്പോൾ അതിങ്ങനെ ഒരു പേഴ്സ് പോലെ ചതുരനായിട്ടാണ് വരിക. പാക്കിങ് വളരെ ചെറിയ ഒരു കഷ്ണമായിട്ടാണ് വരിക ഇതുപോലെ. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അടിയിലേക്കുള്ള ബേസ് ഇതിൽ സെപ്പറേറ്റ് ഉണ്ട്. ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറപ്പായി അവിടെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്കായാലും ഉപയോഗിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ വാങ്ങിക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ലിങ്കും കാര്യങ്ങളൊന്നും വേണ്ട. മീഷോയിലായാലും ഷോപ്സി എന്ന് പറയുമ്പോൾ ഞാൻ ഷോപ്സിയാണ് കേട്ടോ അധികം യൂസ് ചെയ്യുക, ആപ്പ് ഫ്ലിപ്കാർട്ടിൻ്റെ. അപ്പോൾ അതിലായാലും ഷർട്ട് ഓർഗനൈസർ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കമ്പനിയുടെ സെയിം സംഭവം ഉണ്ടാവും.
അപ്പോൾ ഞാനിത് കാണിച്ചത് അയേൺ ചെയ്യാനുള്ളത് ഒരു സെക്ഷൻ, അതിൻ്റെ മുമ്പിൽ കുറച്ച് ഡാഡിയുടെ സാധനങ്ങൾ, അങ്ങനെയായിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ വെച്ചതിന് ശേഷമാണ് അത് നമ്മളൊന്ന് സെറ്റാവുക. കാരണം നമ്മൾ ഒതുക്കുക, ഞാൻ എപ്പോഴും പറയണ പോലെ ഒതുക്കുക എന്ന് പറയുമ്പോൾ അതാണല്ലോ. ഇതിങ്ങനെയാണ് വരിക കേട്ടോ, സാധനം കണ്ടോ, ഇതുപോലെയാണ് വരിക പാക്കിങ്. ഇത് തുറന്നു കഴിഞ്ഞാലാണ് നമ്മൾക്കത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ള എക്സ്ട്രാ പീസും ഉള്ളത് കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഈ പീസ് വെക്കുക, കുഞ്ഞൊരു കഷ്ണമായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വീടുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ എന്താ പറയുക പണികൾ ലാഭിക്കാം കേട്ടോ. എളുപ്പപ്പണികൾ കുറച്ചാവുക കണ്ടോ. ഇപ്പോൾ നല്ല വൃത്തിയിൽ അവിടെ ഇരുന്നു, ഒരു സാധനം പോലും കാണാനില്ല എന്ന് പറയില്ല നമ്മൾ. കാരണം നമ്മൾ എടുത്ത സാധനം എടുത്തു കൊടുത്ത് വയ്ക്കുമ്പോൾ പിന്നെ അവിടെ കാണാണ്ടാവേണ്ട പരിപാടി ഇല്ലല്ലോ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കംപ്ലീറ്റ് വരിയിട്ടത് കൊണ്ട് തന്നെ എനിക്ക് അയേൺ ചെയ്യാനുള്ള ഡ്രസ്സുകൾ മറിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഒക്കെ ഞാൻ എടുത്ത് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് മൂന്നാമത്തെ ഒരു കള്ളി അവിടെ ഉള്ളത്. എൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ കള്ളിയാണ് കണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ മറ്റേ ഈ സംഭവം ഇട്ടുണ്ട്, ഫ്ലെക്സ് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു ഒരു പേപ്പറും കൂടി കിടന്നോട്ടെ. കാരണം ഒന്നിനല്ല, എനിക്കെന്തോ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ധൈര്യമാണ്, അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ സമയം 2:30 അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഊണ് കഴിഞ്ഞിട്ടാവാം അടുത്ത പരിപാടി എന്ന് വിചാരിച്ചു. ഇതെൻ്റെ റൂമിലത്തെ ക്ലോക്കാട്ടോ. അങ്ങനെ ഊണ് കഴിഞ്ഞ്, ഊണിന് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല അസൽ മാങ്ങാക്കറിയിൽ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു ഡിംപിൾ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതാ ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അന്ന് നമ്മുടെ സോഫി സർപ്രൈസായിട്ട് കൊടുത്തയച്ചില്ലേ, ഡോണിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സംഭവങ്ങൾ കൊടുത്തയച്ചില്ലേ, അപ്പോൾ ആ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അലമാരിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അലമാരിയിൽ നിന്ന് എടുത്ത് അത് ക്രാൻബെറീസും എന്താ പറയുക സ്ട്രോബെറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും സംഭവങ്ങളൊക്കെ രണ്ടാക്കി വെച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഇനി ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒതുക്കാൻ നിന്നു. ഇതൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ഓർണമെൻറ്റ്സാണ് കേട്ടോ. എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് 10-15 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ഓർണമെൻറ്റ്സാണ്. ഇതിൽ ചിലത് സ്വർണ്ണമുണ്ട്, അത് ഞാൻ ഏതാണ് എന്താണെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശമൊക്കെ മനസ്സിലാവും ഞാൻ യൂസ് ചെയ്യണ കുറച്ച് മാലയും വളയും ഇതിൻ്റെ ഇടയിലുണ്ട്. ഈ കൂട്ടത്തിലല്ല, ഒറ്റയ്ക്കാണുള്ളത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്ന വളകളാണ്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസം വന്നിരുന്നു എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ 10-15 വർഷം മുമ്പുള്ള സാധനങ്ങളാണ്, 15-20 വർഷം മുമ്പുള്ള സാധനങ്ങളാണ്. നമ്മളൊരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പേള് മാത്രമാണ് ഒരു ചെറിയ അവന് ഇത്തിരി പെശകാണ്. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ പ്ലേറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ആ ഇത് പോവും. അതുകൊണ്ട് തന്നെ പേളെന്ന് പറഞ്ഞൊരു ഐറ്റം അങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റിയിൽ പ്ലേറ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയണത് എന്താണെന്ന് വെച്ചാൽ നാളെ മേലാക്ക എൻ്റെ കസ്റ്റമേഴ്സിനായാലും അതറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത്രയും വളയും കാര്യങ്ങളൊക്കെ ഇത് എന്തിന് ഈ ആൻറ്റി ഇതിങ്ങനെ വെച്ചേക്കണം, ഈ ബിസിനസ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ എൻ്റെ പെട്ടിയിലാണോ ഇരിക്കുന്നത്. അതിനാണ് ഞാൻ ഈ വള കാണിക്കുന്നത്. കാരണം എൻ്റെ കയ്യിലുള്ള ഈ ഓർണമെൻറ്റ്സ് ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജ് ഉള്ള സാധനങ്ങളാവും. അതായത് ഡാമേജ് പീസുകളാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതാകുമ്പോൾ എനിക്കല്ലേ അറിയുള്ളൂ ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന്. അതേസമയം നമ്മളിതൊരാൾക്ക് കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞാലും അവർക്കത് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യല്ലേ നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക മംഗല്യസൂത്രമാണ് കേട്ടോ. ഇത് ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സിൽവർ പ്ലേറ്റിംഗ് ആണ്. ഇതുപോലെ നമുക്ക് പ്ലേറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കുറച്ച് നാളിട്ട് ബോറടിച്ചെങ്കിൽ ഇത് വീണ്ടും ഗോൾഡാക്കി ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് വളയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മയിലിൻ്റെ കണ്ണുണ്ട്, കണ്ണിന്മേലത്തെ വളരെ നൈസാണ്. മറ്റേ എന്താ പഞ്ചസാര കല്ല് എന്നൊക്കെ പറയും, AD സ്റ്റോൺ തന്നെയാണ്. പക്ഷേ പണ്ടുള്ളവർ പറയും പഞ്ചസാര അത്രയും കുഞ്ഞിത്. അപ്പോൾ അത് പോയി, അത് ഇതിൻ്റെ കിട്ടാനില്ല. അപ്പോൾ എന്ത് കാണിച്ചു, അത് ഞാനെടുത്തു എനിക്കിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് റൂബി ജെയ്ഡും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് മയിലിൻ്റെ കമ്മൽ. ഇതിന് പിന്നാണ്. ഇതൊക്കെ പണ്ടത്തെയാണ് കേട്ടോ. ഒരിക്കലും ഈ എന്താ പറയുക ഒരു 10 കൊല്ലത്തിൻ്റെ ഇപ്പുറത്തല്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഈ മുഖപ്പൂ അന്നേ ഉണ്ടോയെന്ന്. ഇത് തമിഴ് കൾച്ചറിൽ അവർ യൂസ് ചെയ്യുന്നതാണ് ഈ മുഖപ്പൂ. അപ്പോൾ ഞാനെപ്പോഴും ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് എപ്പോഴും ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടുമാണ് ഞങ്ങളുടെ പർച്ചേസിങ്. കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ബോംബെ ഒക്കെയാണ് ഞങ്ങളുടെ പർച്ചേസിങ്ങിൻ്റെ സ്ഥലം. പിന്നെ ഹൈദരാബാദിൽ നിന്നാണ് മറ്റേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ സംഭവമാണ് ഈ മുഖപ്പൂ.
എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ 10 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഈ മുഖപ്പൂ നമ്മുടെ കയ്യിൽ വന്നിട്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ സ്റ്റാറ്റസ് കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും, മുഖപ്പൂ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മയിലാണ് അധിക ഭാഗം വരിക കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, പ്രത്യേകിച്ച് AD സ്റ്റോണാണ്. അപ്പോൾ നമ്മളുടെ ഒരു വസ്തു ഒന്നുകിൽ ചിലവർ ഫ്ലീറ്റിൻ്റെ മുകളിൽ ഇടണം കാണാം, ചിലവർ ഇപ്പുറത്ത് നെക്ക് ഒഴിഞ്ഞ് നിൽക്കെടുക്കുന്ന ബ്ലൗസിൻ്റെ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ ഇടണതാണ്. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ റൂബി സെക്ഷൻ, എൻ്റെ റൂബി വൈറ്റാണ് ഇത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പട്ട് സാരികൾ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഇത് നോക്കിയാൽ അറിയാം, കല്ലില്ല കണ്ടോ, ഇതിൻ്റെ വെള്ളക്കല്ലില്ല, 3 എണ്ണത്തിൽ ഒരു കല്ലില്ല. അത് ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ചാലും ഇരിക്കില്ല, അതിൻ്റെ ഏതെങ്കിലും ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചാൽ ഇരിക്കില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ കിടക്കുമ്പോൾ അത് അറിയില്ലല്ലോ, പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു കല്ല് പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഒട്ടുമുക്കാൽ ഒരു 90% സാധനങ്ങളും എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉള്ള ഒരു സാധനമായിരിക്കും എൻ്റെ കയ്യിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, ഇത്രയും ബിസിനസ്സിനുള്ള സാധനങ്ങൾ മുഴുവൻ ആൻറ്റി എടുത്ത് പെട്ടിയിൽ വെച്ചേക്കാണാവോ എന്ന് വിചാരിക്കായിരിക്കോ. ഇതൊക്കെ അങ്ങനെയുള്ള ഓർണമെൻറ്റ്സാണ് കേട്ടോ. അപ്പോൾ ഇതും അതെ, ഈ പറഞ്ഞ പോലെ ഒരു ലോക്കറ്റും മാലയാണ്. അതും പട്ടുസാരിയോ അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ഒരു ചെറിയൊരു പരിപാടിക്ക് വേണ്ട, ഒരു മരിച്ചോടത്തേക്ക് പോകുമ്പോൾ ആയാൽ പോലും വേണമെങ്കിൽ നമ്മളൊരു താലിമാല ഇടല്ലോ, അതിന് പകരം വേണമെങ്കിൽ ഈ ഒരു മാലയായാലും ഇടാട്ടോ. അതായത് അത്രയും സിമ്പിളാണെന്നാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചിട്ട് മരിച്ചോടത്തേക്ക് പോകുമ്പോൾ ആർഭാടത്തിൽ പോകണമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അത് വേറെ രീതിയിലൊന്നും അങ്ങനെ ഇപ്പോൾ ആരും പറയണില്ല കേട്ടോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ചെറിയ മാലകൾ. അപ്പോൾ ഇപ്പോൾ 3 കൂട്ടം നിങ്ങൾ കണ്ടില്ലേ, ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മറ്റേത് ഞാൻ എപ്പോഴും പറയും, എൻ്റെ വർത്താനം കേൾക്കാനാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ഇതങ്ങനെയല്ല, നിങ്ങൾ കാണാൻ തന്നെ ഇരുന്നോളൂ കേട്ടോ, കാരണം കാണാൻ കുറേ ഉണ്ട്. ഇത് എങ്ങനെയാ വെച്ചാൽ ഡിംപിളിനേക്കാളും പ്രായമുണ്ട് ഈ വളയ്ക്കും ആ അടുത്തൊരു മാലയ്ക്കും. ഇത് പണ്ട് ഹൈ റോട്ടിൽ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനത്തെ ഫൈബറിൻ്റെ വളയമേ ഇങ്ങനെ കൊച്ചു സംഭവങ്ങൾ വെച്ച്, ഇത് റിബിറ്റാണ് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണ്. അന്നത്തെ ഫാഷനാണ്. ഡിംപിളിനെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പത്തെ കാര്യം പറയണേ കേട്ടോ. ഇതിപ്പോൾ ഒരു ചിപ്പിയുടെ ഷേപ്പാണ്, ഇതെൻ്റെ പൂവിൻ്റെ ഷേപ്പും ഉണ്ടായിരുന്നു. ഈ മാലയും അതെ, ആ സമയത്തുള്ളതാണ്. ഡിംപിളിനെ പ്രസവിക്കാനായിട്ട് പോകുമ്പോൾ ഈ മാല എൻ്റെ കഴുത്തിലുണ്ട്. പ്രസവിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ പ്രസവത്തിൻ്റെ ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങിന് ഈ മാല എൻ്റെ കഴുത്തിലുണ്ട്. എൻ്റെ ഒരു കുടുക്കിമാല ഉണ്ടായിരുന്നു, നെക്ലസ്. പണ്ട് അങ്ങനെയാണല്ലോ, ഒരു നെക്ലസും ഒരു ലോങ് ചെയിനും ഒരു താലിമാല, അങ്ങനെയാണ്. ആ നെക്ലസിൻ്റെ ലോക്കറ്റായിരുന്നു ഇത് നമുക്ക് എടുക്കേണ്ടായിരുന്നത്. ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പലതരം ലോക്കറ്റുകൾ ഇട്ടിട്ട് ആ മാല യൂസ് ചെയ്യും. ഇപ്പം നമ്മുടെ പുത്തമ്പള്ളിയുടെ മുമ്പിൽ ഒരു മാതാ ജ്വല്ലറി ഉണ്ടായിരുന്നു, അവർ ചെയ്ത് തന്നിട്ടുള്ള മാലയാണ് അത് കേട്ടോ. അന്ന് ഈ കുരുമുളകും ഈ ബോൾസും ഇതൊരു വീക്ക്നെസ് ആയിരുന്നു എൻ്റെ. ഡിംപിളിനും അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ കുരുമുളക് വെച്ച് കോർത്തിട്ടുള്ള മാലകൾ. ഇപ്പോഴും കുരുമുളക് ലൂസായിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വേണം, ഞാൻ പറയാം, ഒരാൾ പെൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയേനേന്ന്. അങ്ങനെ ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോക്കറ്റ് ബ്ലാക്ക് കരിമണി. ഇത് പിന്നെ സാധാരണ ഒരു 2 ലെയറിൻ്റെ കരിമണി മാല. ഇതതുപോലെ നോർമൽ വള അതിൻ്റെ കണ്ടില്ലേ, 2 ഗോൾഡ് ഒരുമിച്ച് വന്ന് കൂട്ടി യോജിച്ച് കണ്ട്, അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാനെടുത്തു. ഇത് ഫൈബറിൻ്റെയാണ് കേട്ടോ, ഇതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഫൈബറിൻ്റെ വളയാണ്. പ്ലേറ്റ് ചെയ്യണത് തന്നെയാണ് കേട്ടോ അത്. ഒരിടയ്ക്ക് ഭയങ്കര മൂവിങ് ആയിരുന്നു നമ്മുടെ കയ്യിൽ, ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാണ്ടായി അത്. ഇത് ഈ പറഞ്ഞ പോലെ 2 എണ്ണം ഉണ്ട്. റൂബി ഉണ്ട് അതിൻ്റെ ഇടയിലിട്ട, റൂബിയും ബ്ലാക്കും ഭയങ്കര വെയിറ്റുള്ളൊരു വളയാണ് കേട്ടോ. അതൊക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള വളകളാണ് കേട്ടോ. ചില വളകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പ് തൊട്ടുള്ളത് ഇപ്പോഴും ഉണ്ടാവും. അങ്ങനത്തെ പെട്ടതാണ് ഈ ഒരു വള കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബോക്സ് തുറക്കുമ്പോൾ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ എന്തൊക്കെ ഏത് ബോക്സിലായിരിക്കണേ എന്നുള്ളത്. ഇത് വെറുതെ വെള്ള ലോക്കറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് വൈറ്റും റൂബിയാണ്, പിന്നെ കണ്ടത് ഫുൾ വൈറ്റ് റൂബി നിറച്ചുള്ളതാണ്. ഇത് വെറുതെ ഒരു ലോക്കറ്റ് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടേക്കെങ്കിലും പോകുമ്പോൾ സിമ്പിളായിട്ട് ഇടാവുന്ന ഒരു ലോക്കറ്റും മാലയാണ്. ഇത് അതിൻ്റെ വളയാണ്, അതിൻ്റെ അല്ല വള. അതുമല്ലത്തെ ഈ പറഞ്ഞ പോലെ കുറേ കല്ലുകൾ പോയിട്ടുണ്ട്, കുഞ്ഞു കല്ല് കണ്ടു, വളരെ നൈസാണ്. അത് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയ കല്ല് പൊക്കോട്ടെ, എനിക്കിടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ച്. എൻ്റെ അളവ് ഡിംപിളിനും പറ്റില്ല, ഡിവൈനും പറ്റില്ല. ഡിംപിളിന് 2.6 ഡിവൈന് 2.8, എനിക്ക് 2.4. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വളകൾ വരുന്നത് മുഴുവൻ എൻ്റെ കയ്യിലാണ് കേട്ടോ അധിക ഭാഗം ഉണ്ടാവുക. ഇതൊക്കെ പേളിൻ്റെ സെക്ഷൻ, ഒക്കെ പഴയതാട്ടോ, ഒന്നും പുതിയതല്ല. ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഈ വീതിയുള്ള പേളിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു 8-9 വർഷം മിനിമം ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇപ്പം എന്താ പറയുക, ഈ വളകളൊക്കെ അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഈ വെള്ളവള നിങ്ങൾ കണ്ടല്ലോ അല്ലേ, വെള്ളവളയും
ഇതിൻ്റെയൊക്കെ കമ്മലുകൾ ഒന്നിച്ചിട്ടേക്കുക ഞാൻ ഒതുക്കണതിൻ്റെ ഭാഗമായിട്ട് ഒന്നിച്ചിട്ടേക്കുക. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാണ്ട് വെറുതെ ഷീറ്റിൽ വെക്കാമെന്ന് വിചാരിച്ചേക്കുക. അതുകൊണ്ട് ഷീറ്റ് വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ ഇത് നമ്മളുടെ പച്ച. ഇത് കുറേ കുട്ടികൾ എൻ്റെ മുമ്പത്തെ ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷനിൽ കാണിച്ചപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചു എന്തായാലും എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കിട്ടാനില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ 10-20 വർഷം മുമ്പ്, ഒരു 15-18 വർഷം മുമ്പത്തെ സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് കിട്ടാനില്ല. ഇപ്പോൾ സ്റ്റൈല് ഫാഷനൊക്കെ മാറി വരികയല്ലേ. ഇതും ഈ പറഞ്ഞ പോലെ ഫൈബറിൻ്റെ വളയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതും നല്ലൊരു എന്താ പറയുക, അധികം വിലയൊന്നും ഇല്ലാത്തൊരു വളയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റോക്കില്ല. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു സെറ്റാണ്. പച്ച സെറ്റ് അധിക ഭാഗം ആരുടെയും കയ്യിൽ കണ്ടിട്ടില്ല ഞാൻ. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറക്റ്റായിട്ട് പച്ച കളറാണ് കേട്ടോ ഉള്ളത്. അത് ഈ പച്ചയുണ്ട്, മറ്റേ കിളിപ്പച്ചയില്ലേ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഒരുവിധം എല്ലാതും ഉണ്ട്. പക്ഷേ ഞാൻ അധികം ഉപയോഗിക്കില്ല എന്ന് മാത്രം. എളുപ്പത്തിന് ഞാൻ 4 ഒഴുക്കൻ വള 2 കൈമ 2 ഇടും. പുറത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു മാല എടുത്തിടും. ആ മാലയ്ക്ക് മാച്ചുള്ള ഒരു കമ്മൽ ഇടാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്ത് കാണിക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ പേളിൻ്റെ കമ്മല കിടക്കണമെന്ന് വെച്ചാൽ എളുപ്പത്തിന് അതിന് മാച്ച് ചെയ്യണ ഒരു ഡ്രസ്സും ഒരു മാല എടുത്തിടും. അപ്പോൾ എളുപ്പമായില്ലോ. കമ്മൽ ഊരാനാണല്ലോ നമുക്ക് ഏറ്റവും മടി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കേട്ടോ. അടുത്തത് ഈ മാല ഭയങ്കര വിലയുള്ളൊരു മാല കേട്ടോ. ഇതിൻ്റെ മുത്തുകൾക്കൊക്കെ ഭയങ്കര വിലയാണ്. മൊത്തത്തിൽ മാല നിങ്ങൾക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം നല്ല വിലയുള്ള മാലയാണ്. പക്ഷെ അതും എനിക്ക് കിട്ടി. കാരണം എന്താ അറിയോ, ഇതിൻ്റെ ഇടയിലുള്ള 2 മുത്തുണ്ടല്ലോ, റൂബിയുടെ ആ മുത്തില്ലേ ഗാർണറ്റിൻ്റെ, അത് പൊട്ടിയപ്പോൾ ഇനിയിപ്പോൾ അത് അഴിച്ച് കോർത്ത് തട്ടന്മാരെ കൊണ്ട് ഇത് വരവാണ് വന്നിട്ട് നമ്മളിവിടെ പ്ലേറ്റ് ചെയ്യുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് പണിയാൻ പറ്റില്ല കേട്ടോ. ഇത് ഒരു ഭാഗം പൊട്ടി. ഇത് മാത്രമല്ല, അടുത്തൊരു കല്ല് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും പറയും പൊട്ടിയ കല്ല് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് ഈ മാല കളയാൻ പറ്റുമോ? അതൊരിക്കലും ചെയ്യില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കും കേട്ടോ. പൊട്ടിയേക്കണുണ്ടോ മുത്ത്, നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. ഇതെങ്ങനെയാണ് കളയുക? അപ്പോൾ അത് നടക്കണ കാര്യമല്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ച് പോവും. അപ്പോൾ അങ്ങനെ കണ്ണടച്ചാലത്തെ ഒരു മാലയാണ് കേട്ടോ. ഇത് സൂപ്പർ മാലയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കല്ല് ഒന്ന് പൊട്ടി. അപ്പോൾ സാരമില്ല, ആരും അറിയില്ല. നമ്മുടെ കഴുത്തിലാണ് കിടക്കുക. ഒരു വശത്ത് കിടക്കുമ്പോൾ അറിയേയില്ല. അങ്ങനെ ഞാൻ ഓരോ ബോക്സുകൾ നോക്കി വരികയാണ് കേട്ടോ. അപ്പോൾ ചിലതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 3-4 തിരക്കിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ ഒരു ബോക്സിലേക്ക് അങ്ങോട്ട് ഇടും. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു മാലയാണ് കേട്ടോ. അതായത് ഈ മാലയമ്മ ഇടയിൽ എനാമലിൻ്റെ കെട്ടുണ്ട്. അത് തന്നെ ദൈ വളയുണ്ട് കണ്ടോ. ഈ വള കണ്ടോ നിങ്ങൾ? എൻ്റെ കയ്യിൽ നിന്ന് കുറേ പേരൊക്കെ ഇങ്ങനത്തെ വളകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മാച്ചിനുള്ള മാലയാണ് ഇത് കേട്ടോ. അപ്പോൾ ആ മാലയമ്മ കണ്ടോ, ഈ വള അതിൻ്റെ തന്നെ ഈ മാല. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോയിന എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വളയും മാലയായി, എനാമലിൻ്റെ കമ്മലും ഇട്ട് കഴിഞ്ഞാൽ ഒരു സെറ്റായി. ഇത് നമ്മളുടെ പൂവ് റൂബിയുടെ സെറ്റാണ്. അത് വള, ഇത് കമ്മലും അതിൻ്റെ മാലയും കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ ഞാൻ ചുരിദാറിന് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതാണ് കമ്മൽ വരുന്നത്. ഇനി ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരാവുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഉള്ളതാണ്, നമ്മളുടെ കയ്യിൽ ഉള്ള സ്റ്റോക്കാണ് ഇതൊക്കെ. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ മാലയും ലോക്കറ്റും വരുന്നത്. മണിമാലയാണ്. അപ്പോൾ ഇതിന് ഇറക്കം കുറവായതുകൊണ്ട് ഞാൻ എന്ത് കാണിക്കുന്നത് വെച്ചാൽ ബാക്കിൽ ഒരു എന്താ പറയുക, ഒരു ബിറ്റ് ഇങ്ങനെ വെച്ചേക്കുക. പക്ഷേ അത് അറിയില്ല, നല്ല ഇറക്കവും കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ കുറേ പേർക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടുമ്പോൾ അറിയില്ല, വട്ടക്കണി ബാക്കിലേക്ക് പോകും, എന്നാൽ അത്യാവശ്യം ഇറക്കം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതാണ് എൻ്റെ റൂബിയുടെ സെറ്റ്. ഇനിയിപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വെക്കും, എന്നാലല്ലേ ശരിയാവുള്ളൂ. അങ്ങനെ ഇത് നോക്കി, ഇത് നമ്മൾ പ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, അല്ല ഇത് ക്രിസ്റ്റലാണ്. ഇത് പണ്ടത്തെ ക്രിസ്റ്റലാണ്. എൻ്റെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ക്രിസ്റ്റൽ വരുന്നത് കുറച്ചും കൂടി വലുപ്പത്തിൽ കുറച്ചും കൂടി ഭംഗിയുള്ള കളറുകളാണ്. ഇത് പിന്നെ എൻ്റെ പണ്ടത്തെ ക്രിസ്റ്റലാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു മാല. അപ്പോൾ ഞാൻ എല്ലാത്തും ഈ കോയിനാണ് ഇടുക കേട്ടോ. അധിക ഭാഗം കോയിൻ ഇടാം. പക്ഷെ അത് ഊരിടാനൊന്നും നിൽക്കില്ല. ഓരോന്നും ഒരേ കോയിൻ ഇട്ട് അവിടെ വയ്ക്കും. പിന്നെ അല്ലാണ്ട് പോണ നേരത്തെ ഒരു പണിയുടെ അടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ലല്ലോ. അപ്പം ഞാൻ എല്ലാത്തുമ്മയും ഓരോ കോയിൻ ഇട്ട് വയ്ക്കാറ് പതിവ് കേട്ടോ. ഇത് നല്ല മാലയും വളയാണ്. ഇത് വള ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ മാല, ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട് കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ഇതിൻ്റെ തന്നെ കമ്മലും വരുന്നുണ്ട്. അപ്പോൾ അതൊരു സെറ്റായിട്ട് നല്ലൊരു ട്രഡീഷണൽ സെറ്റായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ തന്നെ കമ്മൽ വേറെയാണ്. ഇതിലിപ്പോൾ കിടക്കുന്നത് വേറെ കമ്മലാണ്. ഞാൻ ഇത് കണ്ടപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇതിൻ്റെ സെയിം കമ്മൽ എൻ്റെ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഉണ്ടല്ലോ എന്ന് ഓർത്തത് കേട്ടോ. അപ്പോൾ ഇനി വേണം അതിൽ നിന്ന് പതുക്കെ എടുക്കാനായിട്ട്. അങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു സെറ്റ്. പിന്നെ ഇനി അടുത്ത സെറ്റ് എന്തുട്ടാ, ഇതാണ് കമ്മൽ ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇതല്ല കേട്ടോ, സെയിം ഈ കല്ലും ഈ വർക്കായിട്ടുള്ള കമ്മലുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ, ഓണായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഒരെണ്ണം ഒരു സെറ്റ് എടുത്ത് ഇതിൽ വെക്കാം, നോക്കിയിട്ട് ഏനം പോലെ. അപ്പോൾ അങ്ങനെ ആ സെക്ഷനും കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ എന്തുട്ടാന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാനിത് ഒപ്പം വോയിസ് ഓവർ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ കുട്ടികൾ താഴ്ത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പറ്റിയില്ല. അല്ലെങ്കിൽ എൻ്റെ എന്തോരം പണി എളുപ്പമായി എന്നെയെന്നറിയോ. പക്ഷേ ഇത് എനിക്ക് ഇരട്ടിപ്പണിയാണ്, എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചു ഞാൻ. ഇത് നമ്മുടെ വൈറ്റ് ഗോൾഡാണ് കേട്ടോ. വൈറ്റ് ഫുൾ മറ്റേ ഡയമണ്ട് ഫിനിഷുള്ള സ്റ്റോൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോഡിയം എന്നും പറയും തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയാം. ഇതൊക്കെ ഡോണാണ് ശരിക്കും അറിയണത്. ഡോണും ഡാഡിയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. പിന്നെ ഇപ്പോൾ ഡോൺ അതിൽ നിന്ന് വിട്ടതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണില്ല, അല്ലെങ്കിൽ അത് നോക്കണില്ല എന്നുള്ള അവനാണ് ഇതിൻ്റെ മെയിൻ ആൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സമയത്തെ ട്രെൻഡിങ് ആയിരുന്നു ഇങ്ങനത്തെ ലോക്കറ്റ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിൽവർ കസവായിട്ട് പട്ടുസാരി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഗോൾഡൻ ചെയിനുമേ സിൽവർ ലോക്കറ്റും സിൽവർ കമ്മലും സിൽവർ വളയായിട്ട്, സിൽവറല്ല മറ്റേ എന്താ പറയുക ഡയമണ്ട് ഫിനിഷുള്ള സംഭവം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ട് തൊട്ടുള്ളതാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ 20-നേക്കാളും മേലെ പഴക്കമുണ്ട് തോന്നുന്നുണ്ട്. കാരണം അന്ന് ഒരു നെല്ലിക്ക മാല ഉണ്ടായിരുന്നു. ഇതാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഫസ്റ്റ് സ്വർണ്ണമല്ലാത്തൊരു സാധനം വാങ്ങിയത്. അതായത് ഈ മാലയുണ്ടല്ലോ, ഈ മാല ഡിമ്പിളിന് UKG പഠിക്കുമ്പോഴാണ്, 1ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴാണ് അരങ്ങേറ്റം. ആ സമയത്ത് അമ്മച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു മാല. അത് കുറേ വർഷം കഴുത്തി കിടന്നു. പിന്നെ അത് ഡാഡി ഇട്ടു. അത് കഴിഞ്ഞ് അതിങ്ങനെ ആകെ ഞളങ്ങി പിടിച്ചു വന്നപ്പോൾ എവിടെയോ ഞാൻ ഈ മാല കണ്ടപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങി വെച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടി വളയും. അതെനിക്ക് തോന്നുന്നു നമ്മുടെ കലൂർ പള്ളിയുടെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു, അവിടെ നിന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്നാണ് തോന്നുന്നുണ്ട് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ അതാണ് ആ വളയും മാല കേട്ടോ. അപ്പോൾ നല്ല കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. ഞാനിപ്പോൾ കുറേ നാളായിട്ടോ ഇട്ടിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഗോൾഡ് മാത്രം ഇടുന്ന ഒരു എന്തെങ്കിലും സെറ്റാകുമ്പോൾ പണ്ടെങ്ങനെ വെച്ചാൽ നമ്മൾ സാരിക്ക് ഇഷ്ടം പോലെ എല്ലാതും മാറിയിടും. ഇതിപ്പോൾ ഈ ചുരിദാറായതുകൊണ്ട് അങ്ങനെ കുറേ മാറിയിടാനൊന്നുമില്ല. ഇത് ഇവിടെ കോറലും പേളും കേട്ടോ, വളരെ റയറായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ഇത് ശരിക്ക് ഗോൾഡിലാണ് വരിക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ. അപ്പോൾ ഇത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കൊടുക്കാൻ നിർവാഹമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറേ സാധനങ്ങളൊക്കെ ഈ കാണിക്കുന്നതിൽ ചില സാധനങ്ങൾ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് കോറലിൻ്റെ കമ്മലാണ്, കോറലും പേളായിട്ടുള്ള കമ്മലാണ്. ഈ കോമ്പിനേഷനൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഐറ്റത്തിൽ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, കിട്ടാൻ പാടില്ല എന്നല്ല, പ്ലേറ്റിങ്ങിൽ വരുമ്പോൾ ഇത്തിരി പണിയാണ് അത് കിട്ടാനായിട്ട്. ഇത് നമ്മുടെ കോറലിൻ്റെ മാലയാണ്. അതും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ ലോക്കറ്റ് ഇട്ടിട്ടാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് എൻ്റെ എനിക്ക് തോന്നുന്നു 10-25 ലോക്കറ്റ് തന്നെ ഈ കോയിനുണ്ട്, പല വലിപ്പത്തിൽ പല രീതിയിൽ. കോയിൻ എടുക്കുമ്പോൾ അതിനൊരു ഭംഗിയാണ് കേട്ടോ. ഇത് കൊച്ചു നെക്ലസ് പോലെ എന്നാൽ അത്യാവശ്യം നീളമുണ്ട്. എനിക്ക് ചുരിദാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡാഡി ബാക്ക് ചെയിൻ വെച്ച് തന്നിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇറക്കുന്നുണ്ട്, കഴുത്തിലിങ്ങനെ കുടുങ്ങി കിടക്കുകയല്ല ചെയ്യുക, കുറച്ച് ഒന്ന് ഇറങ്ങിയിട്ട്. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയൊക്കെ ഇന്ന് എൻ്റെ പണ്ടത്തെ സാരികളിലൊക്കെ പട്ടുസാരി ഉടുത്ത ഇതിലൊക്കെ കാണും. അന്ന് എനിക്ക് പിന്നെ പൂർണിമ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഇങ്ങനത്തെ. ഇത് ശരിക്കും ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പിൽ പട്ടുസാരിയുടെ മുകളിൽ എനിക്കൊരു പച്ച പട്ടുസാരി ഉണ്ടായിരുന്നു ഇതേ ഡിസൈനായിട്ട്. അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ടാണ് ഈ ലോക്കറ്റ്. ഇതുപോലെ വലിയ ലോക്കറ്റാണ് കേട്ടോ, ഭയങ്കര വെയിറ്റുമാണ്. അപ്പോൾ നീളമുള്ള മാലയമേ ഈ ഒരൊറ്റ ലോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. പട്ടുസാരിയുടെ മുകളിൽ ഇങ്ങനെ ഉദിച്ച് നിൽക്കും ഈ ലോക്കറ്റ്. ഇങ്ങനത്തെ വലിയ ലോക്കറ്റുകൾ ഇപ്പോഴും നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. കുറച്ച് ദിവസം വേണ്ടി വരും നമുക്ക് എടുക്കാനും നിങ്ങളെ കാണിക്കാനും എന്താ പറയുക പ്ലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ്, അതാണ് ഈ ലോക്കറ്റ് കേട്ടോ. പട്ടുസാരികളുടെ കൂടെ ഉടുക്കുന്ന ലോക്കറ്റുകളാണ് അത്. ട്രഡീഷണൽ ആ മറ്റേ നെറ്റിപ്പട്ടം പോലെ സംഭവം ഇതുപോലെ കണ്ടില്ലേ, അതൊക്കെ പണ്ടത്തെ സംഭവമാണ്. ഇനി ഇത് നോക്കിയാൽ നിങ്ങൾ, ഇത് കോയിൻ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ പണ്ടത്തെ ഫോട്ടോസോ അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടുള്ളവർക്കോ ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഈ ലോക്കറ്റ്. ഇതിൻ്റെ തന്നെ കമ്മൽ കണ്ടോ, സ്റ്റഡ് കണ്ടോ, സെയിം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കർത്താവ് ആൻറ്റി ഇതൊക്കെ ഇട്ടിരുന്നോന്ന്. ഒരു കാലത്ത് ആൻറ്റി എന്താ പറയുക
ഇങ്ങനെ വലിയ കമ്മലും വലിയ ഇതൊക്കെ ഇട്ട് നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല എന്ന് മാത്രം കേട്ടോ. പ്രായം മാറുമ്പോൾ നമ്മളും അറിയാണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇത് അതിൻ്റെ വേറെ പാറ്റേൺ കോയിനാണ്. അതിൻ്റെ തന്നെ കമ്മലും വലിയ തന്നെയാണ് കമ്മലും കേട്ടോ, വലിയ കമ്മലാണ്, അതും തലയാണ്. അപ്പോൾ അങ്ങനെ അതിനും ഈ പറഞ്ഞ പോലെ ഒരു മാല സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു തരം മാലയാണ്, അതും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തോ കൊളുത്ത് എക്സ്ട്രാ വന്നിട്ടുണ്ട്, ചിലപ്പോൾ എനിക്ക് മാലയുടെ ആയിരിക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ ഇടട്ടെ, കാരണം പിന്നീട് അത് അന്വേഷിച്ച് നടക്കണ്ടല്ലോ. അങ്ങനെ എന്താ പറയുക, ഒരു 10-35 സെറ്റ് എൻ്റെ കയ്യിലുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരേ വശത്ത് മാറ്റി വെച്ചു. പിന്നെ ഇത് നിങ്ങൾ എൻ്റെ കുറേ നാളുകളായിട്ട് എൻ്റെയോ ഡിമ്പിളിൻ്റെയോ കഴുത്തിൽ മാറി മാറി കാണുന്ന ഒരു ഫുൾ റൂബി സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഫുൾ റൂബിയാണ്, റൂബി നല്ല സ്റ്റോൺസാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വള ഉണ്ട്, പിന്നെ കമ്മലുകളുണ്ട്. കമ്മലുകൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാത്തതാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ എന്നെ വളയാണ് ഞാൻ ഇപ്പോൾ കാണിക്കാം കേട്ടോ, വള ഏതാ ഇതിന് ഞാൻ ഇടാറുള്ളത്. കമ്മൽ കുറേ പാറ്റേൺ ഉണ്ട് കേട്ടോ, ഇത് ജസ്റ്റ് ഇതിട്ടു എന്നുള്ളൂ. വലിയ കല്ലിൻ്റെ ഉണ്ട്, ഇതാണ് അതിനിടുന്ന വള കേട്ടോ. കറക്റ്റ് അതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, ഇത് സ്ക്വയറാണ്, മറ്റേത് ഷേപ്പ് വ്യത്യാസമുണ്ട്. എന്നാലും ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഈ മാലയ്ക്ക് ആ വളയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ്. അങ്ങനെ ഇനിയിപ്പോൾ അടുത്തത് പലതരം മുത്തുകളുടെ മാലകൾ. അതായത് ഇതൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ പണ്ട് തൊട്ടേ ഉള്ളതാണ്. റീപ്ലേറ്റ് ചെയ്തപ്പോൾ കൂടുതൽ ചില കല്ലുകൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ, അതായത് ഫസ്റ്റ് ക്വാളിറ്റി ചെയ്യുമ്പോൾ അത് ഉരുകി പോവും. അപ്പോൾ ഇത് ഉരുകിയില്ല, അതിന് പകരം അതുപോലത്തെ ഗ്ലേസിങ് പോയി. പിന്നെ 10-20 വർഷം ഇട്ടു ഞാൻ. അപ്പോൾ പിന്നെ അങ്ങനെ ആയതുകൊണ്ട് വിരോധമില്ലല്ലോ. ഇത് ക്രിസ്റ്റലും മറ്റേ റൂബി അല്ല, എന്നാൽ കാർണറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഏതാണെന്നറിയില്ല. ഇത് കണ്ടു, അത് അങ്ങനെ ആയപ്പോൾ ഞാൻ പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി പ്ലേറ്റിങ്ങിന് ഇത് കൊടുക്കാറില്ല. ഇടയ്ക്കൊന്ന് പ്ലേറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ ഗോൾഡാണ് കേട്ടോ. അപ്പോൾ ചിലത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടതിൽ ഒരു 3-4 സാധനങ്ങൾ ഗോൾഡിൻ്റെ ഉണ്ട്. പക്ഷേ ഞാൻ അതേതാണ് എന്താണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ ഇത് പിങ്ക് ക്രിസ്റ്റലാണ്, സ്ക്വയറാണ്. പക്ഷേ ഇതിൽ നോക്കി കണ്ടോ, ഈ ഒരു കല്ലില്ല. ഈ കല്ല് വെക്കാനായിട്ട് പല വട്ടം നോക്കിയെങ്കിലും ഇതിൻ്റെ എന്തോ ഒരു തുമ്പ് വിട്ട് ഇങ്ങനെ പൊട്ടിയ കാരണം കല്ല് അതിൽ നിൽക്കണില്ല. അപ്പോൾ ഡാഡി പറഞ്ഞു വേണമെങ്കിൽ ആ ഒരു കല്ല് ഊരി വെച്ചിട്ട് വേണമെങ്കിൽ അത് വിളക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞു സാരമില്ല, അത് എൻ്റെ പെട്ടിയിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ പെട്ടിയിൽ വെച്ചൊക്കെ. കാരണം എനിക്ക് പിങ്ക് സെറ്റ് ഉണ്ട്, അപ്പോൾ അങ്ങനെ ഇരുന്നോട്ടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കുട്ടികളോട്, ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറും മാലകളാണെന്ന്. പക്ഷേ നമ്മൾ പറയില്ലേ, സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാം എന്ന് പറയും. അതുപോലെ ഞാൻ എപ്പോഴും കുട്ടികളോട്, ഞാൻ ഡിവൈനോടും ഡിമ്പിളിനോടും പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റുകൾ ആവശ്യമെന്ന് തോന്നുന്നത് നിങ്ങൾ എടുത്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞു എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്കിത് റീപ്ലേറ്റ് ചെയ്ത് പുതിയതായിട്ട് കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അതാണ് നമ്മളുടെ ഈ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത. നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും റീപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പുതിയതാവുകയാണ്. അപ്പോൾ നമുക്ക് നഷ്ടം വരുന്നില്ല. ഇത് നോക്കിയാൽ നിങ്ങൾ ഭയങ്കര ഭംഗിയാട്ടോ. ഇത് വലിയ ഫങ്ഷനൊക്കെ പോകുമ്പോൾ രാത്രിയിൽ പാർട്ടിക്കൊക്കെ ഇടണം. ഫുൾ കല്ലുകളാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ തന്നെ വലിയത് നീളത്തിലുള്ളത് ഡിമ്പിളുടെ കയ്യിലുണ്ട് കേട്ടോ. ഡിമ്പിൾ അത് ബിൻസി മമ്മിക്ക് കൊടുത്തു എന്ന് തോന്നുന്നു. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കല്ലില്ലാത്തത്, അതായത് തീരെ വെയിറ്റ് ഇല്ല, പക്ഷേ ഒരു കയറ് പോലെ, പക്ഷേ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതും ഞാൻ ഇട്ടിട്ട് കുറേ ഫങ്ഷൻസിന് കണ്ടിട്ടുണ്ടാവും. ഈ സ്റ്റോണിൻ്റെയാണ് ഏറ്റവും ഭംഗി കേട്ടോ. എനിക്ക് വലിയതായിരുന്നു ഇഷ്ടം, പക്ഷേ എൻ്റെ കയ്യിൽ തിരിഞ്ഞ് വന്ന് പെട്ടത് ചെറുതായിപ്പോയി. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഉപയോഗിച്ചിട്ട്, എന്നാലും 2-3 വട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇവരോട് പറയും 2 ദിവസം പട്ടിണി എടുക്കേണ്ടി വരില്ല. കാരണം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണെടുത്ത് പ്ലേറ്റ് ചെയ്ത് കൊടുത്താലും എനിക്ക് ജീവിക്കാനുള്ള വകയുണ്ടാവും എന്ന് പറയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളൊരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ എടുത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ തന്നെ പണയം വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അത് പ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക, നിങ്ങളത് വിചാരിക്കും ഇതെന്താ ഈ ആൻറ്റി പറയണേന്ന്. ശരിക്കും ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്. ഇതായാൽ പോലും നിങ്ങൾക്ക് ആവശ്യം ഇല്ലെങ്കിൽ പോലും ഓരോ സെറ്റുകൾ മാറ്റി വയ്ക്കുക.
നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു ടൈറ്റ് വരിക, എന്തെങ്കിലും വരികയാണ്, നമുക്ക് ഈ ബിസിനസ് ഇല്ല, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമുക്കൊരു 50 രൂപയ്ക്കെങ്കിലും കൊടുത്താൽ ആ 50 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാമല്ലോ എന്ന് പറയും. ഞാൻ അങ്ങനെ എന്താ പറയുക പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് കുഞ്ഞു കുട്ടികളായാലും വലിയവരായാലും ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ. കാരണം നമുക്ക് നാളെ വരും ഘട്ടങ്ങൾ നമ്മൾ വരും, അത് നമ്മൾ തരണം ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം നമ്മൾ മക്കളെ വളർത്താൻ. അല്ലാണ്ട് നമ്മൾ ഇന്നത്തെ പോലെയല്ല, നാളെ നമ്മൾ ഇതിനേക്കാളും നന്നാവുമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും അതിലൊരു പിടുത്തമുണ്ടാവില്ല. ഇത് ബെസ്റ്റ് വളയാട്ടോ. നിങ്ങൾ പക്ഷേ കണ്ടിട്ടില്ലേ, അതിലൊരു പേള് പോയി ഇത് കണ്ടു, ആ പേള് അതിനകത്ത് വെക്കാൻ പറ്റണില്ല. ഇതൊക്കെ ഡിമ്പിളുടെ വളകളായിരുന്നു കേട്ടോ, കണ്ടോ. അപ്പോൾ ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടും ഓർണമെൻറ്റ്സ് ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പുറത്ത് പോവായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഈ ഫങ്ഷൻസിനൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. ഫോട്ടോഷൂട്ടിന് പോലും ഓർണമെൻറ്റ്സ് ഇടാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ സഖാവ് കേട്ടോ. അപ്പോൾ ഇത് ഞാനപ്പോൾ റൂബി ഒന്നിച്ച് ദൗര്യത്തിൽ വെച്ചു. ഇതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അത് ചെയ്യാവുന്ന കേസുള്ളൂ. ഇനിയിപ്പോൾ ഇത് നോക്കി, ഇത് ചോക്കറാണ്. ഈ ചോക്കർ 2 പാറ്റേൺ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇതുപോലെ ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞിട്ടാണ് കൊടുത്തത്, കാരണം അതിൻ്റെ ആ കുഴയമ കളറ് പോയിട്ടുണ്ട്. ഇത് പ്ലേറ്റ് ചെയ്താൽ അതിൻ്റെ ഫുൾ ഗ്ലാമർ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ മൾട്ടി കളറുള്ള സംഭവങ്ങൾ. ഇതൊക്കെ എല്ലാത്തിൽ നിന്നും ഓരോന്നും ഞാനും വെച്ചിട്ടുണ്ട്. കാരണം ചില ചുരിദാറുകൾ അങ്ങനെയാണ് ഇടാൻ പറ്റുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താ ചെയ്യുക, ഞാനിത് മൊത്തം എടുത്തു പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മളുടെ വേറെ ഒരു മാലയാണ് കേട്ടോ, മുത്തിൻ്റെ മാലയാണ്. ഇത് നമ്മുടെ പേളിൻ്റെ മാലയാണ് കണ്ടോ, പേളിൻ്റെ മാലയാണ്. പേളിൻ്റെ ഈ പറഞ്ഞ പോലെ 1-2 വട്ടം ഇതല്ല, ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്തത് കാണുന്നത് പേളിൻ്റെ മാല എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പേള് പോയിട്ട് വേറൊരു കളറായി. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതല്ല കേട്ടോ, അടുത്തത് വരുന്നതായിരിക്കും. ഇതൊക്കെ നല്ല തരം മണികളാണ്. അത് ചില മണി ബോൾ ഞെളങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇതാണ് ഞാൻ പറഞ്ഞ പേളിൻ്റെ മാല പറഞ്ഞത് കേട്ടോ. ഇതുണ്ടോ, ഇത് രണ്ടും 2 മാലയാണ് കേട്ടോ. ഒരു മുത്തുമ ചെത്തുള്ളതും ഒന്ന് പ്ലെയിനും. അപ്പോൾ അത് പ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരെണ്ണത്തിൻ്റെ പേളിൻ്റെ ഇതൊക്കെ പോയിട്ട് ഈ കോലത്തിലായി. അപ്പോൾ അത് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ, വളരെ കുറച്ച് കേട്ടോ എൻ്റെ കയ്യിലുണ്ട്. ചിലതൊക്കെ ഞാൻ ഇത് പറഞ്ഞ പോലെ ഉപയോഗിക്കും, ചിലത് ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഉപയോഗിക്കാനായിട്ട് ആയാലും പറഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ അത്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ മോശമായ ഒരു സാധനം കൊടുക്കുക എന്ന് പറയുന്നത്, ഇത്രയും സാധനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ മോശമായ ഒരു സാധനം കൊടുക്കരുതല്ലോ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് മണിമാല, ഇത് സാധാരണ ഒരു മാല, ഡംബൽസിൻ്റെ ലോക്കറ്റ്. അപ്പോൾ അതിൻ്റെ തന്നെ കമ്മൽ വളയിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ. ഇതാ മറ്റേ പിങ്ക് ഞാൻ പറഞ്ഞില്ലേ കല്ല് പോയിന്ന്, അതിൻ്റെ കമ്മൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതതുപോലെ തന്നെ റൂബിയുടെയാണ്, കൊച്ചൊരു മാല, റൂബിയുടെ ഒരു മാലയാണ്. ഇതിന് ഈ പറഞ്ഞ പോലെ ഏത് വള വേണമെങ്കിൽ ഇടാം, കമ്മൽ വേണമെങ്കിൽ ഇടാം. ഇത് റൂബി വൈറ്റ്. ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഈ വക സാധനങ്ങളൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. ഇത് ചിലപ്പോൾ ഡിസൈനൊന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, പക്ഷേ സ്റ്റോക്ക് ഉണ്ട്. ഇതുപോലെ വൈറ്റ് ലവ്, വളരെ കനം കുറവാട്ടോ, ഇങ്ങനെ ദേഹത്തിങ്ങനെ പറ്റി കിടക്കും കണ്ടോ. ഇത് മറ്റേ പേളിൻ്റെ മാലയാണ്. അത് എനിക്ക് കൊളുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇട്ട് തന്നിട്ട് 6 പിടിയുടെ മാല എടുത്തിട്ട് എനിക്ക് കഴുത്തിക്കൂടെ ഊരിയിടാനായിട്ട് പാകത്തിന് ഡാഡി ചെയ്ത് തന്നതാട്ടോ. അപ്പോൾ പേളിൻ്റെ കമ്മലിടുമ്പോൾ ഒരു 2-3 മാല മാറി മാറി ഉണ്ടാവുന്നത് നല്ലതല്ലേ. പേള് ഇങ്ങനെ സ്ഥിരം ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആയുസ് കുറയും. അപ്പോൾ ഞാൻ 3 പേളിൻ്റെ മാലയാക്കിയിട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സെക്ഷനും കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ എന്തുട്ടാ, എനിക്ക് കാണാണ്ട് ഒന്നും അറിയില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ പേളിൻ്റെ ഒരു നെക്ലസ് തന്നെയാണത് കേട്ടോ. ഇത് മൊത്തം നമ്മുടെ കമ്മലുകളാണ്. ഞാൻ എല്ലാ കമ്മലിലും ബട്ടൺ ഇടും കേട്ടോ, അങ്ങനത്തെ ഒരു ശീലം എനിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ കാലുകൾ ചിലത് നീളം കൂടുതലുണ്ടാവും, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും കമ്മൽ കൂടെ ഒന്നിച്ച് വെച്ച്, ഈ കമ്മലും ഈ പറഞ്ഞ പോലെ 10-20 വർഷം പഴക്കം തൊട്ടുള്ള സാധനങ്ങളുണ്ട്, ഇപ്പോഴത്തെ വരെയുള്ളത്. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 കൊല്ലമായിട്ട് അങ്ങനെ കമ്മലുകളൊന്നും ഇതിൽ നിന്നൊന്നും എടുക്കാറില്ല, എനിക്ക് എടുക്കേണ്ടി വരാറില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാൻഡ് സ്റ്റോൺ എടുത്തു ഞാൻ തോന്നുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഒറ്റ കമ്മലും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ എല്ലാതും ഉണ്ട് ഓൾറെഡി. പിന്നെ നമ്മൾ വെറുതെ എന്തിനാ. ഇത് നമ്മുടെ ഡിംപിളുടെ കളക്ഷൻസ്, ഡിംപിളുടെ കല്യാണത്തിൻ്റെ എൽത്തി കേട്ടോ ഈ വള. അപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക, 2 ദിവസം മുമ്പ് നമ്മുടെ പരിപാടികൾ ഉണ്ടായില്ലേ, അപ്പം ഞാൻ ഇതിൽ നിന്ന് 2 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നിച്ചെടുത്ത് വെക്കണതിന് മുമ്പ് ഞാൻ വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. ഡിംപിളുടെ തന്നെ കേട്ടോ മാലയും ഞാൻ അന്ന് ഫംഗ്ഷൻ ഇട്ടത്.
മാലയും വളയും ഡിമ്പിളുടെ തന്നെയാണ് ഇട്ടത്. കമ്മൽ എന്തൊട്ടിട്ട ഞാൻ, എനിക്ക് തോന്നുന്നു കരിമണി ഇട്ടുണ്ടായിരുന്നു കറുത്തത്. അപ്പം എൻ്റെ കാതി കിടക്കണത് അത് തന്നെയാണ്, ഊരിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അതേ പേള് ഞാൻ സ്ഥിരം ഇട്ടിരുന്നത്. അപ്പം ഞാൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ബോക്സ് കാലി വയ്ക്കും. അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആ ബോക്സിലേക്ക് ഇടും. അപ്പോൾ കുറച്ച് ദിവസം ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ദിവസം ബോക്സൊക്കെ തുറന്ന്, ഇതിപ്പോൾ ഈ ഫങ്ഷൻസ് കഴിഞ്ഞ കാരണം ഒതുക്കാൻ നിന്നപ്പോഴാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരണത് കേട്ടോ. അപ്പോൾ ബോക്സിൽ നിന്ന് എടുത്ത് അതാത് ബോക്സുകളിലേക്ക് ഇടും. അല്ലെങ്കിൽ ഓരോ ദിവസവും ഇതിങ്ങനെ വലിച്ചിടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ അവിടെ ഇവിടെയും വെച്ചിട്ട് ഇടാന്ന് പറഞ്ഞതും ശരിയല്ല, അത് നഷ്ടപ്പെടും. ഇന്നേ കുറച്ച് ലെങ്ത്ത് കൂടുതലായല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വോയിസ് റെസ്റ്റിലാണ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം ചുമ വരുന്നു. എഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ പകുതിക്കിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ അത് എന്താ പറയുക, വോയിസ് ഓവർ കൊടുത്ത് അവസാനിപ്പിക്കാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വലിച്ചെത്തിക്കുക തന്നെ വേണം. അപ്പോൾ ഞാനിനി വല്ലാണ്ട് എന്താ പറയുക, വോയിസ് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ 2-3 വട്ടം ചുമച്ചു ഞാൻ കേട്ടോ. ഇത്രയും റിസ്ക് എടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പകുതിയെ നിങ്ങളെ കാണിക്കുള്ളായിരുന്നു. ഞാനിത് ഒറ്റയടിക്ക് അങ്ങോട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എടുക്കണോട് കൂടി വോയിസ് ഓവർ കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നടന്നില്ല. അപ്പോൾ ദേ ഇങ്ങനെയാണ് എൻ്റെ ലാസ്റ്റായത്. അലമാരി ഇതാ ഇത്രയ്ക്കായി കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അതൊക്കെ അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ അതേ താഴെയുണ്ട് ഒരു കള്ളി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും യൂദാസ്ലിഹയുടെ നൊവേന എത്തിച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു പുതിയ ഒരു റൂട്ടീൻ അതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് ആശ കൊണ്ടു തന്നത്. അപ്പോൾ എനിക്കത് എന്താ പറയുക, ഭയങ്കര വിശ്വാസമല്ല, എപ്പോഴും ഞാനങ്ങനെ ഓർക്കാറും ചൊല്ലാറൊക്കെ ഉണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴാട്ടോ ചൊല്ലണത്. ശരിക്ക് 6:30 മണിയായപ്പോൾ അതെ ശരിക്ക് എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ പാച്ചുട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ഇതാ കിടക്കണം. അപ്പം ഞാൻ മെഴുതിരി കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിക്കണം. അപ്പോൾ അതവ ഇങ്ങനെ നോക്കി കിടക്കാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. ഇതുപോലെ ചുമയാണെങ്കിൽ ഞാൻ വളരെ ചെറിയൊരു വീഡിയോ കൊണ്ടേ വരുള്ളൂ. കാരണം ശരിക്കും ഈ ചുമ തുടങ്ങിയിട്ട് 1 മാസമാവാനാണ് പോണേ. പക്ഷേ നല്ല കുറവുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ശരിക്കും ഒരു 37 മിനിറ്റ് ഉണ്ട് ഈ വീഡിയോ. അത് വോയിസ് ഓവർ കൊടുത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ചുമച്ചത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ കാണാം. അതുവരേക്ക് ബൈ.